ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛൻ നയിക്കുന്ന എൻ്റെ ഓർമ്മയ്ക്ക എന്ന ദിവ്യകാരുണ്യ വിമോചന ശുശ്രൂഷയുടെ 26-ാം ദിവസമാണ് ഇന്ന്. ഇന്ന് അഭ്യസിക്കേണ്ട പുണ്യം സംയമനം, അല്ലെങ്കിൽ ജ്ഞാനത്തോടുകൂടി ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള കൃപ. വഴക്കുകളും അസ്വസ്ഥതകളും ഒഴിവാക്കി പരസ്പരം സ്നേഹിക്കാനും ക്ഷമിക്കുവാനുമുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക. ഇന്ന് ഉപേക്ഷിക്കേണ്ട തിന്മ വഴക്കുണ്ടാക്കുന്ന സ്വഭാവം, അല്ലെങ്കിൽ കലഹപ്രകൃതി. ഉദാഹരണത്തിന്, റോഡിൽ വണ്ടി ഓടിക്കുമ്പോഴോ കടകളിൽ പോകുമ്പോഴോ മറ്റുള്ളവരുമായി ഇടപെടുമ്പോഴോ ആവശ്യമില്ലാതെ വഴക്കിടാനും തർക്കിക്കുവാനുമുള്ള പ്രവണത പൂർണ്ണമായും ഒഴിവാക്കുക. ഇന്നത്തെ ടാസ്ക്: സമയം കിട്ടുമ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ അല്പസമയം ഇരിക്കുക. അതിന് സാധിച്ചില്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് 10 മിനിറ്റ് നിത്യാരാധനയുടെ യൂട്യൂബ് ലൈവിട്ട് വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരുന്ന് ദിവ്യകാരുണ്യ അവഹേളനങ്ങൾക്ക് മാപ്പ് ചോദിക്കുക. ഇന്നത്തെ പ്രാർത്ഥന: നമ്മുടെ നാട്ടിലും ലോകമെമ്പാടും വിശുദ്ധ കുർബാന അവഹേളിക്കപ്പെട്ട കാര്യങ്ങൾക്കു വേണ്ടി മാപ്പ് ചോദിച്ച് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. കൂടാതെ ഈ ശുശ്രൂഷയോടൊപ്പം അച്ഛൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക. നേരിട്ട് പറ്റാത്തവർ ഓൺലൈനായിട്ടോ ദിവസവും 1 മണിക്കൂറെങ്കിലും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ആരാധന നടത്തി പ്രാർത്ഥിക്കുക. 1 നേരമോ 2 നേരമോ സാധിക്കുന്നത് പോലെ ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ അവസാനത്തെ 10 ദിവസത്തിനു മുൻപ് നല്ലൊരു കുമ്പസാരം നടത്തി ഒരുങ്ങുക. പൂർവികർക്ക് വേണ്ടിയുള്ള കുടുംബവൃക്ഷ വിടുതൽ പ്രാർത്ഥന ദിവസവും ചൊല്ലുക. ഈ പ്രാർത്ഥനയുടെ വീഡിയോ ഈ ചാനലിൽ ശാപവിടുതൽ പ്രാർത്ഥന, അല്ലെങ്കിൽ കുടുംബവൃക്ഷ വിടുതൽ പ്രാർത്ഥന എന്ന പേരിൽ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ താഴെ റിലേറ്റഡ് വീഡിയോ ആയി നൽകിയിട്ടുമുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ലഭ്യമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛൻ്റെ എൻ്റെ ഓർമ്മയ്ക്ക എന്ന 26-ാം ദിവസത്തെ ശുശ്രൂഷയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വിലയേറിയ ആത്മീയ സന്ദേശങ്ങൾ നമ്മിലേക്ക് എത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛനും ടീമിനും വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈ ആത്മീയ ശുശ്രൂഷ ഡാനിയേൽ അച്ഛനിലൂടെ നമുക്കായി ഒരുക്കി തരുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇനിയുള്ള ദിവസങ്ങളിലെ ശുശ്രൂഷകളിലും തീഷ്ണതയോടെ നമുക്ക് പങ്കെടുക്കാം. ദിവ്യകാരുണ്യ ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.